ഞാൻ നിൽക്കുന്നത് ചൈതന്യ കുടുംബശ്രീയുടെ കുഴലപ്പ് നിർമ്മാണ യൂണിറ്റിലാണ്. ഇവിടെ വളരെ മനോഹരവും രുചികരവുമായ കുഴലപ്പമാണ് ഇവർ നിർമ്മിക്കുന്നത്. 2 തരത്തിലുള്ള കുഴലപ്പമാണ് ഇവരുണ്ടാക്കുന്നത്, മധുരമുള്ളതും ഇല്ലാത്തതും. ഈ കുഴലപ്പത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇത് എത്ര വർഷമായി ഇത് ഇവിടെ തുടങ്ങിയിട്ട്? 15 വർഷമായി തുടങ്ങിയിട്ട്. കുടുംബശ്രീ സംരംഭമായിട്ട് തുടങ്ങിയതാണ്. 5 പേര് സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു. അത് 2 പേര് പോയി, ഇപ്പം 3 പേരേ ഉള്ളൂ. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഈ പണി തുടർന്നു പോകുന്നു. കുഴലപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഉണ്ണിയപ്പം, ചമ്മന്തിപ്പൊടി, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾ കുറഞ്ഞ് 3 പേരായി കഴിഞ്ഞപ്പോൾ നമുക്ക് കുഴലപ്പത്തിന് ഒത്തിരി ഓർഡറും വന്നു. അതുകൊണ്ട് കുഴലപ്പം തന്നെ ആക്കും. നമ്മൾ ആദ്യം കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഈ പണിക്ക്. അങ്ങനെ പണിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ പഞ്ചായത്തിൽ നിന്ന് മെമ്പറും അടക്കം എല്ലാവരും പറഞ്ഞ് നമുക്കൊരു കുടുംബശ്രീ സംരംഭമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ വല്ലയിടത്തും പോയി പണിക്ക് പോകുന്നതിനേക്കാളും മെച്ചമല്ലേ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു തുടങ്ങിയാലെന്ന് പറഞ്ഞ് സാമ്പത്തിക സഹായം എല്ലാം പഞ്ചായത്തിൽ നിന്നും എല്ലാം ലോണൊക്കെ തന്ന് നമുക്ക് ഷെഡ് കെട്ടാനുള്ള ഇതാക്കി തന്ന് അങ്ങനെ തുടർന്ന് നമ്മൾ സ്വന്തമായിട്ട് പണിയെടുക്കാൻ തുടങ്ങി. എല്ലാ ബേക്കറികളിൽ കൂടെ ഓർഡറുണ്ട്. അതുപോലെ മാമുദിസ, കല്യാണം, കേറിക്കൂടൽ, അങ്ങനെ ഉള്ള സംഭവങ്ങൾ എല്ലാവരും വന്ന് ഓർഡർ തന്ന് വാങ്ങിക്കൊണ്ട് പോകും. അതുപോലെ ദൂരെ സ്ഥലത്തേക്ക് ബാംഗ്ലൂർ, അമേരിക്ക വരെ ഈ സാധനം നമ്മുടെ പോയിട്ടുണ്ട്. അവർ നേരത്തെ വിളിച്ചു പറഞ്ഞ് ഓർഡർ തരും. ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇത്ര കിലോ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ അത്രയാക്കി പാക്ക് ചെയ്ത് വെക്കും. അവർ വന്ന് കൊണ്ടുപോകും. ചെല്ലമ്മ ചേച്ചിയുടെ കൂട്ടത്തിൽ 2 ചേച്ചിമാരും കൂടെ വേറെയുണ്ട്. അവരെയും നമുക്ക് പരിചയപ്പെടാം. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് കുഞ്ഞുമോള്. ചേച്ചി, എൻ്റെ പേര് തങ്ക. എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യമെന്ന് പ്രേക്ഷകരോടൊന്ന് പറയാമോ? വീട്ടിലെ പണികളെല്ലാം തീർത്ത് ഒരു 8:30 ആകുമ്പോഴത്തേനും, ചിലപ്പോൾ 8:30 കഴിയും. അങ്ങനെ വന്ന് നമ്മൾ വന്ന പാടും തന്നെ 3 പേരും തന്നെ അപ്പോഴത്തേനും എത്തും. എല്ലാവരും കൂടി ഓരോരോ പണികളിൽ ഏർപ്പെട്ടു. ഒരാളെ പിന്നെ അരിവെള്ളത്തിലിടാൻ പോയാൽ ഒരാൾ അടിച്ചു വാരി, അങ്ങനെ ഓരോരോ പണികൾ ചെയ്ത് നമ്മൾ ആദ്യം അരിവെള്ളത്തിലിട്ടു, അരി കുതിർന്ന് കഴിയുമ്പം കഴുകി വാരി പൊടിക്കാൻ വണ്ടി വരുമ്പോൾ അത് കൊടുത്തു വിടും. അപ്പോഴത്തേനും നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കും. വെള്ളം അടുപ്പത്ത് തിളച്ച് വരുമ്പോഴത്തേനും അരി പൊടിച്ച് വരും. പിന്നെ തേങ്ങ ചിരണ്ടി, ഉള്ളി പൊളിക്കണം, ഇതെല്ലാം പണിയെല്ലാം ചെയ്ത് നമ്മൾ പിന്നെ എല്ലാം അരച്ച് വെക്കും. അരച്ച് വെച്ച് പൊടി വറക്കും. വെള്ളം കോരി വെച്ചിട്ട്, തിളച്ച വെള്ളം കോരി വെച്ചു പൊടി അളന്ന് ഉരുളിക്കകത്തിട്ട് വറക്കും. അത് ഒരു പാകമാകുമ്പോൾ നമ്മൾ അരപ്പിടുന്നു, അതിൻ്റെ കൂടെ എള്ളിടുന്നു. ഇതെല്ലാം ഇട്ട് വറുത്ത് കോരി വെച്ച് തിളച്ച വെള്ളത്തിൽ കുഴച്ചിടും. പിന്നെ പൊടി അളന്ന് അതിന് ചേരുന്ന അരപ്പ് ഒഴിച്ച് കുഴച്ച് മയപ്പെടുത്തി എടുത്ത് ചപ്പാത്തി പ്രസ്സേൽ പരത്തി ചുറ്റി എണ്ണയ്ക്കകത്തിട്ട് കോരിയെടുക്കും. നമുക്ക് ഇനി ഇവരുടെ ഫാമിലിയെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. കുഞ്ഞുമോളേച്ചി ഒന്ന് പറഞ്ഞേ, വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ്? എൻ്റെ ഹസ്ബൻഡ്, മകന്, പിന്നെ മരുമകളെ, 2 ചെറിയ മക്കളെ. എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, പിന്നെ 2 മക്കളെ കെട്ടിച്ചു വിട്ടു. ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ നമ്മൾ രാവിലെ ഇങ്ങനെ ഇറങ്ങുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഭർത്താവ്, മകൻ, മകൻ്റെ ഭാര്യ, 3 മക്കൾ. ഓക്കെ. ഇവരുടെ നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.